കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു വർക്കിലെ ഡിസൈനായിരുന്നു ഇത്. അന്ന് നമ്മളിത് ചെയ്തപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ ഒരു കർവ് ലൈന് ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുക. കർവ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഒരു ലൈൻ വരച്ചിട്ട് നമ്മൾ ആദ്യം ഒരു കർവ് വരയ്ക്കുന്നു, സി ഷേപ്പിൽ വരക്കും. അത് കഴിഞ്ഞിട്ട് ആദ്യം വരച്ച ലൈനിൻ്റെ അതേ വലുപ്പത്തിൽ തന്നെ അടുത്ത ലൈൻ വരക്കും. എന്നിട്ട് നമ്മൾ ആദ്യം വരച്ച സീൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാക്കിയിട്ട് വേണം അടുത്ത സി വരക്കാൻ. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വരക്കുക. എന്നിട്ട് ഒരു ലൈൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത ലൈന് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ കാണിച്ചിട്ടുള്ള മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഗ്രിഡെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത ടാസ്ക് ഓരോ ഗ്രിഡിൻ്റെ ഉള്ളിലായിട്ട് ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഒരു ഇന്നർ ലൈൻ വരച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഒന്നുപോലും മിസ്സാവാതെ എല്ലാ ഗ്രിഡിൻ്റെ ഉള്ളിലും ഇത് വരച്ചു കൊടുക്കണം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുക. അതിനായിട്ട് നമ്മൾ ഒരു ലൈൻ ഓഫ് ഗ്രിഡിനെ ബേസായിട്ട് എടുത്തിട്ട് അതിനെ മാത്രം അതിൻ്റെ ഔട്ടർ ലൈൻ ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കുക. ഒരു ലൈൻ ഓഫ് ഗ്രിഡ് മാത്രം ഡാർക്കൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ലൈൻ ഓഫ് ഗ്രിഡിൻ്റെ ഉള്ളിൽ ഷെയ്ഡ് ചെയ്യുക. ഒരു ഗ്രിഡിൻ്റെ പുറത്ത് ഡാർക്കൻ ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്തുള്ള ഗ്രിഡിൻ്റെ ഉള്ളിൽ ഷെയ്ഡ് ചെയ്യുക. ഇങ്ങനെ ആൾട്ടർനേറ്റീവായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡിസൈൻ കംപ്ലീറ്റ് ആകും. നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും ചെയ്തു വരുമ്പോൾ ഈസിയാണ്. ഇത് നിങ്ങളുടെ ഡിസൈന് ഒരു റോയൽ ലുക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന എലമെൻ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.